അങ്ങനെ വിഷ്ണു വിജയത്തിൻ്റെ വിജയത്തിന് ശേഷം കമലഹാസൻ സാറിനോട് പറഞ്ഞു, RC ശക്തി എന്നൊരു തമിഴ് ഡയറക്ടറുടെ സുഹൃത്താണ് കമലഹാസൻ. RC ശക്തിയും കമലഹാസനും കൂടെ ചേർന്ന് ഒരു കഥയുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് തമിഴിൽ ഉണർച്ചികൾ എന്ന് പറയും. ശങ്കരൻ നായർ സാറിനോട് ഇങ്ങനൊരു കഥയുണ്ടെന്ന് കമലഹാസൻ പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞുള്ള അറിവാണ് എനിക്കിത്. അപ്പോൾ സാർ പറഞ്ഞു, ഇത് നല്ല സബ്ജക്റ്റാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ പടം അടുത്ത് പ്ലാൻ ചെയ്യാം. ഇതിലെ പാട്ടുകൾ കൊണ്ടുവന്ന് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഭ്രാന്തായിപ്പോയി. എന്താണ് സംഭവം എന്നുള്ളത് മൊത്തത്തിൽ പാട്ടുകൾ കൊണ്ട് എന്താ പറയണ്ടത്, സമ്പുഷ്ടമായിരുന്നു എല്ലാ രീതിയിലും. അതിൽ ഞാനിപ്പം പറയാൻ പോകുന്ന പാട്ട് മനക്കിലത്തത്തെ എന്നുള്ള പാട്ടാണ്. എന്തൊരു പാട്ടാണ് അതിൻ്റെ എന്താ പറയണ്ട, ആ സംഗീത സംവിധായകൻ സലളിത, പിന്നെ അതിൻ്റെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വയലാർ സാറ്, ഈ കൂട്ടുകെട്ട്, പിന്നെ നമ്മുടെ പ്രിയങ്കരൻ ഏറ്റവും പ്രിയങ്കരനായ ദാസേട്ടൻ്റെ കൂടെ ചേരുമ്പോൾ അതൊരു അലുവ, ലഡ്ഡു, ജിലേബി ഒക്കെ ആയിട്ടേ മാറാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടാണ് അത്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ സുഖം, മനക്കലത്തത്തെ എന്ന് പറയുമ്പോൾ അത് മനക്കലത്തത്തെയാണ്. മനക്കലത്തത്തെ മറക്കുടത്തത്തെ നല്ലേ മംഗലാതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ മനക്കലത്തത്തെ മറക്കുടത്തത്തെ നല്ലേ മംഗലാതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോ. എനിക്ക് ഏറ്റവും വളരെ സങ്കടം, ഇപ്പോഴും ഞാനിപ്പോഴും ഓർക്കുന്ന പാട്ട് നീയും വിധവയോ. ആ പാട്ട് അത് എനിക്ക് നമ്മുടെ വയലാർ അങ്കിൾ മരിച്ചപ്പോൾ ശങ്കരേട്ടൻ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ റേഡിയോ ഓൺ ചെയ്തപ്പോൾ വയലാർ അങ്കിൾ മരിച്ചറിഞ്ഞിട്ട് ചേട്ടൻ പോകുന്നു. അപ്പോൾ പോയപ്പോൾ ആ പാട്ട് നീയും വിധവയോ എന്നുള്ള പാട്ട് ചേട്ടൻ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത്. അതുപോലെ ഞാൻ പോയി കഴിഞ്ഞാലും ഇത് കേൾക്കേണ്ടി വരില്ലേ, അത് ജീവിതത്തിലെ സത്യമായിട്ട് ഇപ്പോഴും. പി സുശീലമ്മ എന്ന് പറയുന്ന ഒരു മഹാഗായിക പാടിയ നീയും വിധവയോ നിലാവേ എന്ന് തുടങ്ങുന്നതാണ്. ഇത് കേട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കുക ഇൻ ദ സെൻസ് എന്താണ് അതിൻ്റെ പൾസ്, എന്താണ് ആ പാട്ട് നമുക്ക് തരുന്നതെന്ന് മൊത്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് സങ്കീർണമായിട്ടുള്ള സംഗീത ജ്ഞാനം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. വയലാർ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ നീയും വിധവയോ എന്ന് നിലാവിനോടാണ് ചോദിക്കുന്നത്. വെള്ള നിറം നിലാവിനാണ്, അപ്പോൾ വിധവയുടെ വേഷവും വെള്ളയാണ്, അപ്പോൾ നിലാവിനോടാണ് ചോദിക്കുന്നത്. നീയും വിധവയോ നിശാസുരഭികൾ എന്ന് തുടങ്ങുന്ന ഗാനം ജയേട്ടനാണ് പാടിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഗാനം. അതിൻ്റെ പാട്ടിനെ പറ്റി ആലോചിക്കും, പാട്ടിൻ്റെ മെലഡി ലൈനിലുള്ള പ്രത്യേകത പോലെ തന്നെ അതിൻ്റെ പുറകിൽ ഓരോ മൂവ്മെൻറ്റും അതിൻ്റെ കൗണ്ടറായിട്ടും പിന്നെ അതുപോലെ അത് കോഡ് പ്രോഗ്രഷൻസ് പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരു തീർച്ചയായിട്ടും ഒരു ഡയറക്ടോറിയൽ പോയിന്റിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ വിഷ്വൽ അനുസരിച്ചിട്ട് അതിൻ്റെ ആ മൂവ്മെൻറ്റും ഇതെല്ലാം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നിശാസുരഭികൾ വസന്തസേനകൾ നടനമാടാൻ വരികയോ, പ്രതി നടനമാടാൻ വരികയോ, എന്നെ വിളിച്ചുണർത്താൻ പ്രിയദർശിനി നീ വികാരവതിയായി വരികയോ, വീണ്ടും വരികയോ. ആയില്യം പാടത്തെ പെണ്ണെ, രാസലീല എന്ന ചിത്രത്തിലെ ഗാനം. ആ പാട്ടിൽ പല്ലവിയിൽ ഒരു താളം, കിളിയെ കിളി കിളിയെ നീലാഞ്ജന, അത് കഴിഞ്ഞ് അനുപല്ലവിയിലേക്ക് എത്തുമ്പോൾ വേറൊരു താളം ചേഞ്ച്, പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്. അങ്ങനെ
രണ്ട് താളത്തിലുള്ളൊരു പാട്ട്, നിറയെ കോറസോട് കൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അടിപൊളി ഗാനം. എന്നാലും മെലഡി ഇല്ലേന്ന് ചോദിച്ചാൽ ഭയങ്കര സൂപ്പർ മെലഡി ഉണ്ട്. പിന്നെ സലിൽദയുടെ സോങ്സ് എപ്പോഴും ട്രിക്കി ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും അതിൽ. കിളിയേ കിളിക്കിളിയേ നീലാഞ്ജന പൈകിളിയേ ഈ കറുകവയൽ കുളിരുകൊയ്യാൻ നീ പൂരേവാ. ആലി ചെറുപീലി അരത്താലി പൂച്ചൂടി ആടുനിലം കതിരുന്നുള്ളാൻ നീ പൂരേവാ. ഒളി കണ്ണാൽ എന്നെ നോക്കൂലേ, പൂക്കൂലേ എന്നിൽ പൂക്കൂലേ. ഒളി കണ്ണാൽ